നിങ്ങളൊരു യാചകന്മാരല്ല, നിങ്ങളൊരു സമ്പന്നരായിട്ട് മാറും. അതാണ് അച്ഛനമ്മമാരില്ലാതെയാക്കി തീർത്തത്. അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ ആ കുട്ടികളുടെ ഉള്ളിൽ പ്രിൻ്റ് പോലെ ഉണ്ടാകുമായിരുന്നു. ഗുരുവായൂരിൽ പോകുമ്പോൾ എന്തു ചെയ്യണം? നമ്മുടെ കുട്ടികളെ ഇതൊക്കെ നേരത്തെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരാത്മഹത്യയും നമ്മുടെ ഹിന്ദുക്കളിൽ പറയൂ നിങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ദക്ഷൻ അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു, പെൺകുട്ടികളിൽ ഒരാളായിരുന്നു സതീദേവി. സതീദേവിക്ക് എങ്ങനെയോ നേരത്തെ തന്നെ ഒരു വാട്സാപ്പ് ബന്ധം പരമശിവനോട്. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് അടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകളൊക്കെ അയച്ച അവസാനം സതീദേവിക്കൊരൊറ്റ വാശി, നിന്ന നിൽപ്പിൽ അവളൊരു വാശി പറഞ്ഞു. എന്ത്? ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആരെ മാത്രമേ കിട്ടുള്ളൂ? പരമശിവനെ മാത്രമേ കിട്ടുള്ളൂ എന്ന്. അച്ഛൻ പറഞ്ഞു, വേണ്ട മോളെ, പരമശിവനെ കല്യാണം കഴിച്ചാൽ ഒരു രക്ഷയില്ല. കാരണം ഒന്നാമത് ശിവൻ ഫൈനാൻഷ്യലി അത്ര സ്ട്രോങ് അല്ല. പരമശിവൻ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കയ്യിലുള്ള ഒരു സാധനം ബാങ്കുകാർ എടുക്കില്ല. പരമശിവൻ എന്ന് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പാമ്പ്, ശൂലം, ഡമരു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പരമശിവൻ. അതുകൊണ്ട് ദേവി വിഷ്ണു ഭഗവാൻ മതി. എനിക്ക് വേണ്ട, എനിക്കാരും മതി, എനിക്ക് പരമശിവനല്ലാത്ത ഒരാളോട് ഞാൻ പ്രണയമില്ല. സതീദേവിയെ സമ്മതിക്കണം. കാരണം ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്ത ഒരാളെ അങ്ങനെ സ്വീകരിക്കൽ അത്ര എളുപ്പമാണോ? ഇന്നിപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുക, അല്ലേ? അത് കല്യാണ ബ്രോക്കർമാർ പറ്റിക്കുന്നു. ഇപ്പം പിന്നെ കല്യാണ ബ്രോക്കർമാരല്ലേ, പണ്ടായിരുന്നു ബ്രോക്കർമാർ പറ്റിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ. കെട്ടാൻ പോകുന്ന പയ്യൻ സാമ്പത്തികമായി ഉയർന്ന സ്റ്റേജിലാണത്രേ. ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര ദരിദ്രവാസിയാണ്. ആ ബ്രോക്കറെ പിടിച്ചു ചോദിച്ചു, താനെന്താ പറഞ്ഞത്? ഉയർന്ന ഇവൻ്റെ ചുറ്റുപാട് സാമ്പത്തികം ഉയർന്ന പറഞ്ഞാൽ ഇവൻ്റെ വീടിന് ചുറ്റും കനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കെട്ടിടങ്ങളുടെ ഇടയിലാണ് ഇവൻ്റെ ചെറ്റക്കുടിയിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവൻ്റെ ചുറ്റുപാട് സാമ്പത്തികമായിട്ട് ഉയർന്നിരിക്കുന്നത് ബാങ്കാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ സതീദേവി ഒറ്റ വാശി, എനിക്ക് ആരെയും വേണ്ടു? പരമശിവനെ വേണ്ടു. അങ്ങനെ തീരുമാനിച്ചു. അവസാനം ഗത്യന്തരമില്ലാതെ ദക്ഷൻ കല്യാണമൊക്കെ കഴിച്ചു കൊടുത്തു. അവരങ്ങനെ ഹിമാലയത്തിൽ കൈലാസത്തിൽ സുഖമായിട്ട് ജീവിതം കൊണ്ട് നടക്കണു. കാലം പോയതൊട്ടും അറിഞ്ഞില്ല. ഇതിനിടയ്ക്ക് അങ്കിരസ മഹർഷി ഭാര്യമാരുടെ യാഗം നടക്കുകയാണ്. ഇപ്പം യാഗത്തിന് ത്രിമൂർത്തികൾക്കുള്ള സ്ഥാനം അവിടെ ബ്രഹ്മാവിൻ്റെ സ്ഥാനത്തിരിക്കുന്നു, വിഷ്ണു ഭഗവാന്റെ സ്ഥാനം, രുദ്രൻ ശിവൻ്റെ സ്ഥാനത്തിരിക്കുന്നു. പക്ഷേ ഈ യജ്ഞം അല്ലെങ്കിൽ യാഗം സ്പോൺസർ ചെയ്തത് മുഴുവൻ അല്ലെങ്കിൽ അതിൻ്റെ വലിയൊരു കോൺട്രിബ്യൂട്ടർ നമ്മുടെ ദക്ഷനാണ്. അപ്പം ദക്ഷൻ അങ്ങോട്ട് കയറി വരികയാണ്. നമ്മളിപ്പം ചീഫ് മിനിസ്റ്റർ കയറി വന്നാൽ എണീറ്റ് നിൽക്കണ്ടേ? യോഗ്യത ഉണ്ടോ ഇല്ലെന്നുള്ള വേറെ കാര്യം. പക്ഷെ എന്നാലും ഒരു പദവിയിലിരിക്കുമ്പോൾ ആ പദവിക്ക് നമ്മളൊരു ബഹുമാനം കൊടുക്കണ്ടേ? അപ്പം ചീഫ് മിനിസ്റ്റർ പോലെ ഇയാൾ ദക്ഷൻ അങ്ങോട്ട് ആ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ദേവന്മാരും അവിടെ വന്നിരിക്കുന്നവരൊക്കെ ദക്ഷനെ കണ്ട് എണീക്കാൻ തുടങ്ങി. അപ്പം ദക്ഷൻ, എനിക്കറിയില്ല തൃശ്ശൂർക്കാരനാണോ എന്നുള്ളത്, ഏത് പാർട്ടിക്കാരനാണ് എനിക്കറിയില്ല. ചില കുന്നിട്ട് സ്വഭാവമുള്ള ഒരു കുന്നിട്ടേ കാണുള്ളൂ. അയാളുടെ മനസ്സിൽ കടന്നു പോയത് എന്നെ കണ്ടിട്ട് എണീക്കാത്തവനാരാ ഉള്ളത് എന്നാണ്. എണീറ്റവരെ കണ്ടിട്ട് കൈകൂപ്പാനല്ല തോന്നിയത്, എണീക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ക്രൗഡിൽ അവരൊന്നും അദ്ദേഹത്തിനെ കണ്ടിട്ട് എണീക്കാതിരുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളിലിരിക്കുന്ന ആ യാഗത്തിൻ്റെ സ്ഥാനങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന ബ്രഹ്മാവ് എണീറ്റിട്ടില്ല, വിഷ്ണു ഭഗവാനും എണീറ്റില്ല, ശിവനും എണീറ്റില്ല. അപ്പോൾ ബ്രഹ്മാവ് എണീക്കാത്ത ഇങ്ങോരുടെ അച്ഛൻ ഡാഡിയാണ്. മകനെ കാണുമ്പോൾ ഡാഡി എണീക്കണം എന്നുള്ള ഇന്നത്തെ കാലത്തെ നിയമമാണത്. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ മക്കളെ കാണുമ്പോൾ എണീക്കേണ്ട ഗതികേടിലാണ് ആര്? അച്ഛനെ. എന്താ അച്ഛനൊന്ന് എണീറ്റൂടെ? അത്രയും ഇന്നത്തെ കുട്ടികളാണെങ്കിൽ ഭയങ്കര വിനയമുള്ളവരാണ്. നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴാണ് കാണുക കുട്ടികളുടെ വിനയമൊക്കെ. തല കുനിഞ്ഞിട്ടൊക്കെയാണ് നമ്മളെ സ്വീകരിക്കുക. പിന്നെ മനസ്സിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അതിൻ്റെ വിനയമാണ്, അല്ലാതെ നമ്മളോടുള്ള വിനയമല്ല എന്ന് പറഞ്ഞ പോലെ. ഇവിടെ ആ ദക്ഷനെ കണ്ടിട്ട് ബ്രഹ്മാവ് എണ്ണീട്ടില്ല. വിഷ്ണു ഭഗവാൻ വിചാരിച്ചു എൻ്റെ ഭക്തനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഭഗവാനും എണ്ണീറ്റില്ല. ഇവർ രണ്ടുപേരും എണീക്കാത്തതുകൊണ്ട് പരമശിവൻ പറഞ്ഞു, സ്വയം തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഞാനും
കാരണം 3 പേരിരിക്കുന്ന സ്ഥലത്ത് ഒരാൾ മാത്രം എണീക്കുന്നത് ശരിയല്ലല്ലോ. ദക്ഷൻ അതങ്ങ് കണ്ടതും കലി കയറി. ഒന്നാമത് പരമശിവന് മകളെ കൊടുത്തതൊട്ടും ഇഷ്ടമല്ല. അതിൻ്റെ ഇടയിൽ അമ്മായിയപ്പനായ എന്നെ കണ്ടിട്ട് മരുമകൻ കണ്ട ഭാവം കാണിച്ചില്ല എന്നുള്ള രീതി. കണ്ണുകൊണ്ടാണ് എണീക്കടാന്ന്. പരമശിവൻ എണീക്കില്ല എന്ന്. രണ്ടുപേരും കണ്ണുകൊണ്ടൊക്കെയാണ് വർത്തമാനം. എണീക്കണമെന്ന് ദക്ഷനും എണീക്കില്ല എന്ന് പരമശിവനും. ഇതും കൂടി കണ്ടില്ലേ, കോപം കുറച്ചുകൂടിയാണ് കയറി. പിന്നെ അങ്ങോട്ട് ചീത്ത വാക്കുകൾ അങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ശിവൻ ശവം എന്നാണ്, വൃത്തിയുണ്ടാവും, വെടുപ്പുണ്ടാവും, കുളിയുണ്ടാവും, ആ ചുടല ഭസ്മം തേച്ച് നടക്കണം. എൻ്റെ മകളുടെ ഒരു കഷ്ടം, ഈ ഒരുത്തൻ്റെ കൂടെയാണല്ലോ എൻ്റെ മകളെ പറഞ്ഞയച്ചത്. ശിവനെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ മാക്സിമം അങ്ങോട്ട് ചീത്ത വിളിക്കുകയാണ്. എന്നാൽ ഭാഗവതത്തിൽ പൊതുവേ നമ്മൾ കേട്ടിട്ടുണ്ട്, പരമശിവൻ സാധാരണ അവതാരമല്ല. ഒരു കണ്ണ് തുറന്നാൽ പിന്നെ മുന്നിലുള്ളതെല്ലാം ഫയറാണ്, തീർന്നു. എന്നാൽ ഇവിടെ പരമശിവൻ ഇത്രയും അബ്യൂസ് കേട്ടിട്ടും ഇത്രയും ചീത്ത വാക്കുകൾ കേട്ടിട്ട് പരമശിവന് ഒരനക്കം ഉണ്ടായില്ല. പുഞ്ചിരിച്ചുകൊണ്ട് ദക്ഷ ഇനി വല്ലതും വരാണ്ടേ വരട്ടെ എന്നാണ്. ഒരു വളരെ ശാന്തതയോടുകൂടി ചീത്ത കേട്ട ആളാണ് ആര്? പരമശിവൻ. ഒരു തരത്തിലും പ്രകോപനം. ഒരാളെ ചീത്ത വിളിച്ചിട്ട് കുലുക്കല്ലെങ്കിൽ വിളിക്കുന്ന ആളുടെ ആവേശം എന്തായിരിക്കും? കൂടുവോ കുറയുമോ? ഇപ്പം നിങ്ങൾ മക്കളെയൊക്കെ ചീത്ത വിളിച്ചിട്ട് എണീക്കടാൻ നോക്ക്, നീ ആ കാര്യം ഒന്ന് ചെയ്യും, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് ഇളകാതിരുന്നാലോ പിന്നെ നിങ്ങൾ താണ്ഡവെടുക്കും. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഈ ദക്ഷൻ്റെ നിയന്ത്രണം വിട്ടുപോയി. പിന്നെ അങ്ങോട്ട് ശപിച്ചു കളഞ്ഞു പരമശിവനെ. അതായത് ഇനി ഒരു യാഗത്തിലും ശിവന് ഒരു സ്ഥാനമുണ്ടാവാതെ പോട്ടെ, കൊടുക്കുന്ന വരങ്ങളൊന്നും ഏൽക്കാതെ പോട്ടെ എന്ന് ശിവനെ ശപിച്ച ആളാണ് ആര്? അമ്മായിയപ്പൻ്റെ ശാപം ഏറ്റുവാങ്ങിയ അവതാരമാണ് ആര്? സാക്ഷാൽ പരമശിവൻ. ഒന്ന് ആലോചിക്കും നമ്മുടെ അവതാരങ്ങളുടെയൊക്കെ അവസ്ഥ. കല്യാണം കഴിഞ്ഞിട്ട് അമ്മായിയപ്പൻ്റെ ശാപം ഏറ്റുവാങ്ങി. അങ്ങനെ യാഗം കഴിഞ്ഞു. യാഗമൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു. ദക്ഷൻ ഇറങ്ങിപ്പോയി. ദക്ഷൻ ഒട്ടും പിന്നെ അവിടെ നിന്ന്. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായി. നന്ദീശ്വര സ്വാമിക്ക് ആ ദക്ഷൻ ശപിച്ചതിൽ, പരമശിവനെ ശപിച്ചതിൽ കോപം കൊണ്ടങ്ങോട്ട് കത്തിജ്വലിച്ച് ആ ദക്ഷനെ ശപിക്കുകയാണ്. ഭാഗവതത്തിലെ ആ ദക്ഷശാപം രസമാണ്. പറയാണ്, നിനക്ക് ഐശ്വര്യം ഉണ്ടാവട്ടെ, അഭിവൃദ്ധി ഉണ്ടാവട്ടെ, പുരോഗതി ഉണ്ടാവട്ടെ. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ശാപം നന്നായിരിക്കും തോന്നും. എല്ലാം നല്ലത് വരട്ടെ. എന്നിട്ട് പറഞ്ഞു, അധികം വൈകാതെ തല ആടിൻ്റെ തലയാവട്ടെ. അപ്പോൾ ബാക്കി പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം ഇല്ലേ? ആടിൻ്റെ തലയാവട്ടെ ശപിച്ചു കളഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ച ഒരു സ്ഥലമായി ആ യാഗഭൂമി. അങ്ങനെ ദക്ഷൻ ഇറങ്ങിപ്പോയി. യാഗമൊക്കെ കഴിഞ്ഞു. ശിവൻ തിരിച്ചുപോയി. പാർവതീദേവി ചോദിച്ചു എന്തൊക്കെയായിരുന്നു യാഗത്തിൻ്റെ വിശേഷങ്ങളൊക്കെ, കഥകളൊക്കെ പരമശിവൻ പറഞ്ഞു. നന്നായിരുന്നു. അച്ഛനെ കൊണ്ടു. പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? നല്ലോണം കണ്ടിട്ടാണ് വരുന്നത്. അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു, വർത്തമാനമൊക്കെ പറഞ്ഞു, നല്ലോണം പറഞ്ഞു. എന്നാൽ പരമശിവൻ്റെ ഒരു പ്രത്യേകത, അവിടെ നടന്ന വേണ്ടാത്തതൊന്നും ആരോട് പറഞ്ഞില്ല. അതൊരു വലിയ ഭഗവാന്റെ ഒരു മഹത്വം തന്നെയാണ് അല്ലേ? വേറെ വല്ലവരാണെങ്കിൽ ആ ഭാര്യയ്ക്കിട്ട് കൊടുത്തിട്ടുണ്ടാവും, നിൻ്റെ ഒരു അച്ഛൻ എന്ന് പറഞ്ഞ ഭ്രാന്ത് കയറിയിട്ടുണ്ടാവും. ഇവിടെ ഒന്നും മിണ്ടാതെ പരമശിവൻ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള ഒരു കൂളായിട്ടത് മാനേജ് ചെയ്തു. കാലം മുന്നോട്ട് പോയി. യാഗത്തിലൊന്നും ശിവന് സ്ഥാനമില്ല. അങ്ങനെ ഇരിക്കെ ദക്ഷന് തന്നെ ഒരു തോന്നൽ, എന്നാൽ പിന്നെ ശിവനില്ലാതെ ഒരു യാഗം നടത്തണം. അങ്ങനെ അതിനു വേണ്ടി ഒരുക്കങ്ങളൊക്കെ ഉണ്ടാക്കി. എല്ലാവരെയും ക്ഷണിച്ചു. ആരെയും ക്ഷണിക്കില്ല? ശിവനെ ക്ഷണിക്കില്ല എന്ന് മാത്രമല്ല, മകളായ സതിയും ക്ഷണിച്ചില്ല. അങ്ങനെ യാഗത്തിൻ്റെ പുരോഗതി നടക്കുന്നു. പ്രധാന ദിവസം ദേവന്മാരൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഈ സമയത്താണ് ദേവികളൊക്കെ അങ്ങനെ പോകുന്നത് കണ്ടപ്പം പരമശിവൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നത്, അച്ഛൻ യാഗം നടത്തുന്ന കാര്യം അറിഞ്ഞില്ലേ? അങ്ങ് അറിഞ്ഞു. എന്നിട്ട് എന്തേ പോവണ്ടേ? ഇല്ല ദേവി,
അല്ല, അച്ഛൻ ക്ഷണിച്ചില്ലെങ്കിലും പോവുക എന്നതൊരു മകളുടെ ധർമ്മമല്ലേ? ആയിരിക്കാം. അല്ല, അപ്പം അച്ഛൻ ക്ഷണിച്ചില്ലെങ്കിലും നമ്മൾ പോവണ്ടേ? ഞാനില്ലേ ദേവി? അല്ല, എന്നാലും ഒന്ന് പോവണ്ടേ? ഞാനില്ലേ ദേവി? അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പം ഭഗവാൻ പറഞ്ഞു, സത്യം പറയാലോ ദേവി, ചിലവരൊക്കെ വിളിച്ചാലും പോവാതിരിക്കുന്നത് തടിക്ക് നല്ലതാണെന്ന്. കാരണം അന്ന് എന്താ ഉണ്ടായത് എന്നുള്ളത് പരമശിവന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഈ യാഗത്തിന് ഞാനില്ല. അപ്പം ദേവി പറയാണ്, അച്ഛൻ യാഗം നടത്തുന്നിടത്തേക്ക് അച്ഛൻ്റെ പൊന്നാര മകളായ ഞാൻ പോയിട്ടില്ലെങ്കിൽ അച്ഛനെന്ത് വിചാരിക്കുന്നു? പരമശിവൻ വിചാരിച്ചു, നല്ലോണം വിചാരിക്കട്ടെ എന്ന്. എന്തു ചെയ്യാൻ പറ്റും? ഓരോരുത്തരുടെ തലയിലെഴുത്ത്. അങ്ങനെ ആ ദേവി യാഗത്തിന് പോവാൻ സ്വയം തീരുമാനിച്ചു. ശിവനില്ല. ഭഗവാൻ നന്ദീശ്വര സ്വാമികളോട് പറഞ്ഞു, യാത്ര മോശമാവണ്ട, ഒരു ഘോഷയാത്രയായിട്ട് തന്നെ പോയിക്കൊള്ളുന്നു. അപ്പോഴേക്കും നമ്മുടെ നന്ദീശ്വര സ്വാമി തകിലുകാരനെയും നാദസ്വരക്കാരനെയൊക്കെ ക്ഷണിച്ചു. അങ്ങനെ ഇവർ പോകുന്നത് നല്ല കൊട്ടും മേളത്തോടു കൂടിയിട്ടാണ് ദേവിയെ കൊണ്ടുപോകുന്നത്. അവിടെയാണെങ്കിലോ ദക്ഷനാണെങ്കിൽ അങ്ങ് ഫുൾ ടെൻഷനിലായിരിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട 2 പേര് വന്നിട്ടില്ല. ബ്രഹ്മാവും വന്നിട്ടില്ല, വിഷ്ണു ഭഗവാനും വന്നിട്ടില്ല. ബ്രഹ്മാവ് വിഷ്ണു ഭഗവാനെ വിളിച്ചിട്ട് ചോദിച്ചു, യാഗത്തിന് പോകണ്ടോന്ന്. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഞാനില്ല എന്ന്. കാരണം ശിവനില്ലാത്ത യാഗം ഇതുകൊണ്ട് അത് പൂർണ്ണാവില്ല, ഞാനില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. അപ്പം ബ്രഹ്മാവ് എന്ത് ചെയ്തു? ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ഇവിടെയാണെങ്കിൽ ഇവർ 2 പേരും വരാത്ത ടെൻഷനിലാണ് ദക്ഷൻ. അങ്ങനെ ദക്ഷൻ ടെൻഷനിലിരിക്കുമ്പോഴാണ് ഈ കൊട്ടും മേളമൊക്കെ കേൾക്കുന്നത്. കൊട്ട് കേട്ടതും ദക്ഷൻ വിചാരിച്ചു, ബ്രഹ്മാവ് വരുന്നുണ്ടാവും, വിഷ്ണു വരുന്നുണ്ടാവും. ബൊക്കയും മാലയൊക്കെ ആയിട്ട് ഓടുമ്പോഴാണ് തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന സതിയെ കാണുന്നത്. ഒരൊറ്റ ആട്ട് വന്നിരിക്കണോ, ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു. ആര് ക്ഷണിച്ചിട്ടാണ് വന്നിരിക്കുന്നത്? ആരോട് ചോദിച്ച പോലെ അങ്ങോട്ട് കയറിയത്? അധികാരത്തിന്. എന്നിട്ട് എത്തി നോക്കുകയാണ് ആ ക്രൗഡിലേക്ക്. ആരെ നോക്കണത്? ശിവനും കൂടി ഉണ്ടോ എന്നുള്ളത്. ശിവനെ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. തലയിൽ ജടയും എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ശിവനെ കണ്ടില്ല. ദേഷ്യത്തിൽ ദക്ഷൻ ഇറങ്ങിപ്പോയി, അങ്ങോട്ട് കയറിപ്പോയി. അവിടെ വെച്ച് പിന്നെ സതീദേവി യാഗശാലയിലേക്ക് കടക്കുന്നതും നന്ദീശ്വര സ്വാമി അപ്പോഴാണ് പറയുന്നത്, പണ്ട് യാഗസ്ഥലത്ത് എന്തൊക്കെയാണ് നടന്ന കാര്യങ്ങൾ സതീദേവിക്ക് മനസ്സിലായി. ഇത് ശിവനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ശിവനില്ലാതൊരു യാഗം നടത്താൻ പറ്റുമെന്ന് ഒരു അഹങ്കാരത്തിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ദക്ഷൻ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ കാര്യമാണ്. ഇതിൻ്റെ ലക്ഷ്യം ശിവനെ ഇൻസൾട്ട് ചെയ്യൽ മാത്രമാണ്. അതങ്ങോട്ട് നെഞ്ചിൽ കൊണ്ടില്ലേ. പരമശിവനോട് ഞാൻ വെറുതെ ഒരു എടുത്തുചാട്ടത്തിൽ ആവേശത്തിൽ യാത്രയും പറഞ്ഞു പോന്നു. എൻ്റെ അച്ഛൻ പൊന്നാര അച്ഛനാണെന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ്റെ പെരുമാറ്റം കണ്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് യാഗം നടത്തുന്നത്? ആ ശിവനെ അധിക്ഷേപിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട് എന്ത് ഗതി അയാൾക്കുണ്ടാവാൻ പോകുന്നത്? അതുകൊണ്ട് ആ ശിവനോട് ഞാൻ ചെയ്തതൊട്ടും ശരിയായില്ല. ഭഗവാനോട് ഇങ്ങനെ ഞാൻ പെർമിഷൻ ഇല്ലാതെ, ഭഗവാന്റെ ആ ഒരു കൂട്ടാതെ ഞാൻ ഭഗവാനെ പറഞ്ഞത് അനുസരിക്കാമായിരുന്നു. ഭഗവാൻ വരുന്നില്ല പറഞ്ഞാൽ ഞാനും വരരുതായിരുന്നു. ഞാനൊരു അനുസരണക്കേട് കാണിച്ചില്ലേ? അതുകൊണ്ട് തിരിച്ച് ഞാൻ ഇനി അങ്ങോട്ട് പോവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ യാഗാഗ്നിയിലേക്ക് ദേവി ചാടി. നോക്കണം, സാക്ഷാൽ പരമശിവൻ്റെ പത്നി പോലും ഇങ്ങനൊരു ശരീരം ഉപേക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അവിടുന്ന് ഈ വിവരം ശിവൻ അറിയുന്നതും തൻ്റെ ജടയെടുത്തടിക്കുന്നതും അതിൽ നിന്ന് വീരഭദ്രൻ വരുന്നതും ഒരു കൊടുങ്കാറ്റ് പോലെ വീരഭദ്രൻ അങ്ങോട്ട് പോകുന്നതും, പണ്ട് ദക്ഷൻ ശിവനെ കളിയാക്കുമ്പോൾ ആരൊക്കെ കൂടി നിന്ന് കളിയാക്കിയിട്ടുണ്ടോ അവർക്കൊക്കെ ഓരോ ശിക്ഷ. പൂഷാവ് ഒരുത്തൻ പല്ലിളിച്ച് കാണിച്ച് ചിരിച്ചിരുന്നു അത്രേ. പണ്ട് ശിവനെ കളിയാക്കുമ്പോൾ അവൻ്റെ പല്ലിൻ്റെ സെറ്റ് അങ്ങോട്ട് തട്ടിയെടുത്തു. ഇത് നന്ദീശ്വര സ്വാമി കൊടുക്കും. ഓം പല്ലായ സ്വാഹ ഹോമകുണ്ടത്തിൽ കൊണ്ട് ഒരുതൻ്റെ താടി ഉരുകി ചിരിച്ചിരുന്നു. അവൻ്റെ താടി അങ്ങനെ തന്നെ പറച്ചെടുത്ത് കൊടുക്കും. താടിയായ സ്വാഹ. നെയ്യൊഴിക്കേണ്ട സ്ഥലത്താണ് ഏത്? താടിയും മുടിയും മീശയും പല്ലും കണ്ണു വരെ എടുത്തു കൊണ്ടുപോയിട്ടു ഓരോരുത്തരുടെയും. അങ്ങനെയൊക്കെ ആ ഹോമം കൊണ്ടും കൊളാക്കി. അത് കഴിഞ്ഞ് ഒരു ഉത്തരവാദിത്വം വീരഭദ്രന് കൊടുത്തിരിക്കുന്നത് തല മാറ്റി എന്താക്കണം?
ആടിൻ്റെ എങ്ങനെയൊക്കെയോ തല പിഴുതെടുത്തു ദക്ഷൻ്റെ. പിന്നെ ആടിൻ്റെ തല അപ്പോഴേക്കും ആരോ എവിടുന്നോ കൊണ്ടു കൊടുത്തു. അങ്ങനെ ആദ്യത്തെ തല മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഇപ്പം മുട്ടല്ലേ മാറ്റി വയ്ക്കാൻ തുടങ്ങിയുള്ള ആൾക്കാർ. ഏതാണ്? തല തന്നെ മാറ്റി വയ്ക്കാൻ തുടങ്ങി. ആ തല മാറ്റി വെച്ചതും പെട്ടെന്നൊക്കെ ശരിയായി. ദക്ഷൻ ആടിനെ പോലെ കരയാൻ തുടങ്ങി. അപ്പോഴാണ് ദക്ഷന് ബോധം വന്നത്. ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ പരമശിവൻ്റെ അടുത്ത് നിന്ന് ക്ഷമാപണം നടത്തുന്നു. അവിടെ വിഷ്ണു ഭഗവാൻ വന്ന് അവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് വളരെ വളരെ ഗംഭീരമായ ഭാഗം. 4-ാം സ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ 50, 51, 52, 53, 54 ശ്ലോകം ഹിന്ദുക്കൾ ശരിക്കും പഠിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം നമ്മുടെ പല ഡൗട്ടുകളും മാറിക്കിട്ടാൻ ഈ ഒരു ഭാഗം വളരെ സഹായിക്കും. പറയുന്നു, അഹം ബ്രഹ്മാശ്ച സർവശ്ച ജഗതക്കാരണം പരം ആത്മീശ്വര ഉപദൃഷ്ട സ്വയം ദൃക് അവിശേഷണ. ഇവിടെ ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവൻ ഇതെല്ലാം ജഗത്തിൻ്റെ കാരണശക്തികളാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് അനേക രൂപങ്ങളെ ആരാധിക്കുമ്പോഴും ഈ രൂപങ്ങൾക്കെല്ലാം പിന്നിൽ ഒരേ തത്വമാണെന്ന് നമ്മൾ പഠിക്കുന്നില്ല. വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലും നമ്മൾ. ആ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയെ സഹസ്രപാദാക്ഷി ശിരൂരുബാഹവേ സഹസ്രനാംനേ പുരുഷായ ശാശ്വതേ സഹസ്രകോടി യുഗധാരിനെ. അപ്പം സഹസ്രരൂപങ്ങൾ, അരൂപായോരു രൂപായ, രൂപമില്ലാത്തവൻ അനവധി രൂപങ്ങളെ എടുത്തിരിക്കുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഒരേ തത്വം തന്നെയാണ് പല കാര്യങ്ങൾക്കായി പല രൂപങ്ങളായി മാറുന്നത്. ഇപ്പം തള്ളവിരൽ, ചൂണ്ടുവിരൽ ഓരോന്നിനോരോ പ്രവൃത്തികളുണ്ട്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് ചൂണ്ടുവിരലും തള്ളവിരലൊക്കെ ആയത്. ആണോ? ഇതുപോലെയാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സുബ്രഹ്മണ്യസ്വാമിയും അയ്യപ്പസ്വാമിയും എല്ലാവരും. ആരാണ്? 52-ാം ശ്ലോകം നോക്കൂ. തസ്മിൻ ബ്രഹ്മണി അദ്വിതീയേ കേവലേ പരമാത്മനി. എല്ലാവരും ആര് തന്നെയാണ്? ഒരേ പരമാത്മതത്വം തന്നെയാണ്. സബ്രഹ്മ സശിവ സഹരി അക്ഷര പരമസ്വരാൻ ഹൃദം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണ പിങ്കളം ഊർധ്വരേദം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ. ഒരേ തത്വം തന്നെയാണ് എല്ലാവരും. പക്ഷെ നമ്മൾ പല രൂപത്തിൽ അവരെ ആരാധിക്കുന്നു, കാണുന്നു എന്ന് മാത്രം. നിങ്ങൾ അയ്യപ്പസ്വാമി എന്ന് വിളിച്ചാലും കൃഷ്ണൻ എന്ന് വിളിച്ചാലും എസൻസ് എല്ലാവരുടെയും അവർക്ക് പറയൂ ഒന്ന് തന്നെയാണ്. ഇവിടെ ആ പരമാത്മാവായിരിക്കുന്ന ഒരേ തത്വത്തെ ആരാണോ പാരക്യബുദ്ധിം കുരുതേ ഏവം ഭൂതേഷു മത്പര. എന്താണ്? ബ്രഹ്മരുദ്രോച്ച ഭൂതാനി ഭേദ അജ്ഞോ അനുപശ്യതീന. ഈ ഭേദം കാണുന്നവർ ആരാണ്? വേറെ വേറെയാണെന്ന് ചിന്തിക്കുന്നവർ അജ്ഞ. അവരാരാണ്? അജ്ഞാനികളാണ്. കാരണം അവർക്കതിൻ്റെ തത്വം, അവർക്കതിൻ്റെ പൊരുൾ അവർക്ക് പറയൂ അറിയില്ല. ഒരു ബേക്കറി ചെന്നാൽ അനവധി പലഹാരമുണ്ട്, പക്ഷെ അതിലുള്ള പഞ്ചസാര എന്ന് പറയുന്നത് ഒരേ ചാക്കിന്ന് എടുത്തതായിരിക്കണം. ആണോ? പറയൂ. അതിലെ മധുരം നമുക്കാർക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതുപോലെയാണ് ഈ എസൻസ് നമുക്കാർക്കും കാണാൻ പറ്റുന്നില്ല. ഇത് കാണാൻ ഉൾക്കണ്ണുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവിടെ ആരും സുപ്പീരിയറുമല്ല, ആരും ഇൻഫീരിയറുമല്ല. വളരെ ശ്രദ്ധിക്കണേ. ഇനി പറയുന്നത് ഒരു ശ്ലോകം കൂടി. യഥാ പുമാന്നസ്വാംഗേഷു ശിരപ്പാണ്യാദിഷു കൊതിൽ പാരക്യബുദ്ധിം കുരുതേ തഥാ ഭൂതേഷു മത്പര. എപ്രകാരമാണോ സ്വന്തം ശരീരത്തിൽ, ഞാൻ ഇതാണ് ആവർത്തിക്കുന്നത് നിങ്ങളോട്, ഒരു കൈത്തണ്ടയിൽ 5 വിരലുകൾ ഒന്നൊന്നിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്ന ഒരു കൈത്തണ്ടയിൽ എന്ന പോലെ ഒരു പാരക്യബുദ്ധി എന്ന് വെച്ചാൽ ഭേദബുദ്ധി നമ്മൾ കാണിക്കാത്ത പോലെ ഇവിടെ എല്ലാവരിലും ആ ഒരു ഏകത്വം അനുപശ്യത. ഒന്ന് പറയൂ, എന്താണ് ഏകത്വം എന്ന് പറഞ്ഞാൽ? ഇപ്പം എല്ലാവരും ഉടുത്തിരിക്കുന്ന വസ്ത്രം പല കളറുകളാണ്. പക്ഷേ നിങ്ങൾക്കറിയൂ, ഇത്
സൂറത്ത് നിന്നാണ് മെയിൻലി വരുന്നത്. ഇപ്പം എല്ലാം സൂറത്ത് ബേസ്ഡ് ഫാക്ടറികളാണ്. അപ്പോൾ ഈ സൂറത്തിൽ ഇതെത്തുമ്പോൾ കോട്ടൺ നൂലാക്കുന്നു, അത് പിന്നെ സ്പിന്നിങ് മില്ല് പോകുന്നു അല്ലേ, ഇത് മെഷീൻ തുണികളാക്കുന്നു, പിന്നെയാണ് ഇതിനെ ബോർഡർ അടിക്കുന്നതും കളർ അടിക്കുന്നതും ഒക്കെ. ആണോ? ഇതിൻ്റെ യഥാർത്ഥ കളർ ഏതാണ്? ഇതേത് കളറാണ്? എല്ലാം തൂവെള്ള കളറാണ്. ബാക്കിയെല്ലാം അതിൽ പല പല കളറുകൾ അവർക്ക് പറയൂ അടിച്ചിരിക്കുകയാണ്. ആണോ? ആണോ? ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ വൈവിധ്യ കളറുകളിലൊക്കെ അതിൻ്റെ അടിസ്ഥാന നിറം വെള്ളയാണ്, ഒരേ നിറമാണെന്ന് മനസ്സിലാക്കുന്ന പോലെ നമ്മളൊക്കെ വ്യത്യസ്തരാണെങ്കിലും അടിസ്ഥാനമായി നമ്മളെല്ലാവരും ഒരേ സത്യം തന്നെയാണ്. ആരും സുപ്പീരിയറുമല്ല ആരും. അപ്പം മറ്റൊരാളിൽ നിന്ന് സ്നേഹം, മറ്റൊരാളിൽ നിന്ന് ആദരവ് പ്രതീക്ഷിക്കുകയാണോ വേണ്ടത്, അതോ കൊടുക്കുകയാണോ വേണ്ടത്? പറയൂ. ദക്ഷൻ്റെ സർവനാശത്തിന് എന്താ കാരണമായത്? കൊടുക്കാൻ പഠിച്ചില്ല. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, കിട്ടാതെ വന്നപ്പോൾ അസ്വസ്ഥനായി. ഇന്നും അതുതന്നെയാണ് സംഭവിക്കുന്നത്. മനുഷ്യൻ അവൻ്റെ അഹന്തയിൽ, മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥതയിൽ മറ്റുള്ളവരിൽ നിന്ന് സുഖവും സ്നേഹവും സന്തോഷവും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കിട്ടാതെ വരുമ്പോൾ അവർ ആത്മനാശം വരുത്തി വയ്ക്കുന്നു. ദക്ഷന് നല്ല കാലത്തിന് ആടിൻ്റെ തലയാണ്, ഇന്ന് മനുഷ്യൻ്റെ കിട്ടുന്നത് കയറിൽ തൂങ്ങുന്ന തലയാണ്. അത്രയും വ്യത്യാസമുള്ളൂ. അപ്പം മനുഷ്യൻ അനാവശ്യമായ പ്രതീക്ഷയിൽ ജീവിച്ചാൽ അത് അവനവൻ്റെ ആത്മനാശത്തിന് അവർക്ക് പറയൂ. ഈ കഥ ഇന്ന് ഈ പറയുന്ന ഇവിടെ എഴുതി വച്ചിരിക്കുന്ന കഥ ഇന്ന് സംഭവിക്കുന്ന കഥയാണോ അല്ലയോ? പറയൂ നിങ്ങൾ. ദക്ഷന് മനുഷ്യതല പോയി ആടിൻ്റെ തലയാണ് കിട്ടിയതെങ്കിൽ ഇന്ന് മനുഷ്യന് മനുഷ്യതല കയറിൽ തൂങ്ങുന്ന അവസ്ഥയിലേക്കാണ് മനുഷ്യൻ പോയത്. അവനവൻ്റെ ഉള്ളിലുള്ള അഹങ്കാരവും ധാർഷ്ട്യവും സ്വാർത്ഥതയും കൊണ്ട് മറ്റുള്ളവർ സ്നേഹിക്കും, മറ്റുള്ളവർ പരിഗണിക്കും, മറ്റുള്ളവർ തട്ടും തലോടും എന്നും പ്രതീക്ഷിച്ച് ജീവിച്ചാൽ ഇത് കിട്ടാതെ വരുമ്പോൾ മനോവേദന കൊണ്ട് കയറിൽ തൂങ്ങുന്ന പെൺകുട്ടികളാണ് നമ്മുടെ വീടുകളിലുള്ളത്. മനസ്സിലാവുണ്ട് ഞാൻ പറയണത്? ആണോ അല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഇവിടെയാണ് ദക്ഷൻ കഥയിലൂടെ, ഈ ദക്ഷ കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങോട്ട് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നതിന് കാരണം മനസ്സത്രയും ദുർബലരാണ്. നിങ്ങൾ അനുഷ്ഠാനങ്ങളെ കൊണ്ട് മനസ്സിനെ മനോബലമുള്ളവരാക്കി തീർത്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരല്ല, നിങ്ങൾ പ്രകടിപ്പിക്കുന്നവരായി മാറും. നിങ്ങളൊരു കൺസ്യൂമറല്ല, നിങ്ങളൊരു പ്രൊഡ്യൂസറായിട്ട് മാറും. നിങ്ങളൊരു യാചകന്മാരല്ല, നിങ്ങളൊരു സമ്പന്നരായിട്ട് മാറും. നിങ്ങൾ കൊടുക്കുന്നവരായി മാറും. മനസ്സിലാവുണ്ടല്ലോ? മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ അവരവരുടെ ഉള്ളിൽ മനോബലം അവർക്ക് പറയൂ. അതാണ് അച്ഛനമ്മമാരില്ലാതെയാക്കി തീർത്തത്. നാമജപ സംസ്കാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതെ പോയി. നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴും വായും പൊളിച്ച് നോക്കി തൊഴുതു കഴിഞ്ഞാൽ പാൽപ്പായസം ചീപ്പിട്ടാക്കി അങ്ങനെ പോകുന്നവരായി മാറി നമ്മൾ. നേരെ മറിച്ച് കുട്ടികളെയും കൊണ്ട് പോകുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് അവിടെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലാനാണ്, ഇതിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്, അവിടെ ഇരുന്ന് ജപിക്കണം. അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ ആ കുട്ടികളുടെ ഉള്ളിൽ പ്രിൻ്റ് പോലെ ഉണ്ടാകുമായിരുന്നു. ഗുരുവായൂരിൽ പോകുമ്പോൾ എന്തു ചെയ്യണം? നാമം ജപിക്കണം. പാൽപ്പായസവും അപ്പവും ഒക്കെ രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ മനസ്സിലായില്ലേ? ആ നാമജപത്തിന് അവരത്രയും അവർക്ക് പറയൂ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. ഗീതയിൽ 10-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകം എടുക്കൂ നിങ്ങൾ. അവിടെ കൃഷ്ണൻ എന്താ പറയുന്നത്? യജ്ഞാനാം എന്താണ് അവിടെ പറയുന്നത്? 10-25 ചൊല്ലു. അതൊന്ന് അവിടെ അതിലുണ്ടോ? യജ്ഞാനാം ജപയജ്ഞോസ്മി. രണ്ടാമത്തെ വരിയിൽ കണ്ടു ആരെങ്കിലും? എത്രാമത്തെ ശ്ലോകമാണ്? 35. യജ്ഞാനം അത് എത്രാമത്തെ ശ്ലോകം? 25 അല്ലേ?
25-ാമത്തെ വരിയിലുണ്ടല്ലോ അത്. യജ്ഞാനം ജപയജ്ഞോസ്മി. ഏറ്റവും വലിയ ശ്രേഷ്ഠമായ യജ്ഞം ഏതാണ്? ഉറക്കെ പറയൂ. ജപയജ്ഞമാണ്. ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ടോ? ഒരമ്പലത്തിൽ പോയി ചെയ്യേണ്ടത് എന്തായിരുന്നു? ഉറക്കെ പറയൂ. ജപയജ്ഞമായിരുന്നു. അത് ആര് പറഞ്ഞു തന്നിട്ട്? ഏതെങ്കിലും അച്ഛനും വല്ല ബോധമുണ്ടോ? അതുകൊണ്ടല്ലേ മക്കളുടെ ഡാഡി എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊരു അറിവുള്ളവരായിട്ടല്ല നമ്മൾ ഹിന്ദുക്കൾ വളർന്നു വന്നത്. അപ്പം മനോബലമുള്ളവർക്ക് ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് സുഖവും സ്നേഹവും സന്തോഷവും പ്രതീക്ഷിച്ച് യാചകന്മാരായി തീരുകയില്ല. ദുർബലന്മാർ മാത്രമേ യാചിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവർക്ക് കിട്ടാതെ വരുമ്പോൾ സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും വന്ന ജീവിതം താളം തെറ്റുകയുള്ളൂ. നമ്മുടെ കുട്ടികളെ ഇതൊക്കെ നേരത്തെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരാത്മഹത്യയും നമ്മുടെ ഹിന്ദുക്കളിൽ പറയൂ നിങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. തൊഴുതു പോയത് കൊണ്ട് ഇത് കിട്ടില്ല. ഇത് ഏതുകൊണ്ട് മാത്രമേ കിട്ടുള്ളൂ? ഏതുകൊണ്ട് മാത്രമേ കിട്ടുള്ളൂ? നാമജപം. ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ എത്രയോ കാലം കുട്ടിക്കാലത്തൊക്കെ അമ്പലത്തിൽ പോയപ്പം ഈ നാമജപത്തിന് ഇത്രയൊക്കെ മഹത്വമുണ്ടെന്ന് ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? പറയൂ. അതാണ് നമ്മുടെയൊക്കെ ഒരു കഷ്ടം എന്ന് പറയുന്നത്. ഒരു ഗൈഡൻസ് ഇല്ലാതെ വളരുന്ന സമൂഹമാണ് ആര്? ഹിന്ദുക്കൾ. ഈ ഭാഗവതമൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ തൊഴുതുപോകൽ തന്നെ പോകുമായിരുന്നു. അതാണ് ഈ ഒരു ഭാഗ്യം എന്നൊക്കെ പറയണത്. ജന്മാന്തരേ ഭവിത് പുണ്യം തഥാ ഭാഗവതം ലഭ്യതെന്ന്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഉദ്ധവരുടെയൊക്കെ കഥയിൽ നമുക്കത് കാണാൻ സാധിക്കും. ആ നാമജപം കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ ഗോപികമാരുടെ പാദരേണുക്കൾ എടുത്തുകൊണ്ട് തൻ്റെ ശിരസിലിട്ടുകൊണ്ട് വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണും അഭീഷ്ണച യാസാം ഹരികതോൽഗീതം പുനാദി ഭുവനത്രയം എന്നൊക്കെ പറയുന്ന ഉദ്ധവരുടെ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ഭാഗവതത്തിൽ 10-ാം സ്കന്ധത്തിൽ 47-ാം ശ്ലോകത്തിലൊക്കെ നമുക്ക് കാണാൻ 47-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും.